നമസ്കാരം. ഫാർമ ന്യൂസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ ഓഫീസിലെ ഡ്രഗ് ഇൻസ്പെക്ടറായ സൈന മാഡമാണ്. മാഡം, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഡം, നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ, ഒരു ഫാർമസി നമ്മൾ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്? ആദ്യം ആവശ്യപ്പെടുന്നത് അവർ സെലക്ട് ചെയ്യുന്ന ഒരു കടമുറി ഉണ്ടായിരിക്കും. ആ കടമുറിക്ക് ഒരു ഡോർ നമ്പർ ഉണ്ടായിരിക്കണം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അത് പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, അവർ നൽകുന്ന ഒരു ഡോർ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ മുറിക്ക് 10 മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടായിരിക്കണം. സ്ക്വയർ ഫീറ്റ് പറയുവാണെങ്കിൽ 110 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് മീറ്റർ വേണം. സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്, അതായത് സെലക്ട് ചെയ്യുന്ന മുറി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആയിരിക്കണം, വാണിജ്യ ആവശ്യത്തിനുള്ളതായിരിക്കണം. കെട്ടിടത്തിന്റെ മേൽക്കൂര ആസ്ബസ്റ്റോസ് ഒഴികെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഒരിക്കലും ആസ്ബസ്റ്റോസ് മേൽക്കൂരയായി വരാൻ പാടില്ല. ഓടാണെങ്കിൽ ഓക്കെയാണ്. ഓടാണെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഒറ്റ നില കെട്ടിടമാണെങ്കിൽ ഓടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒറ്റ നില കെട്ടിടമാണെങ്കിൽ ഫോൾ സീലിംഗ് നിർബന്ധമാണ്. CCTV ക്യാമറ നിർബന്ധമാണ്. ഇപ്പൊ പുതുതായിട്ട് CCTV ക്യാമറ റീറ്റെയിൽ സ്ഥാപനത്തിന് നിർബന്ധമാണ്. DPharm അല്ലെങ്കിൽ BPharm കഴിഞ്ഞ് പാസ്സായ ഒരു വ്യക്തിയുടെ സേവനം നിർബന്ധമാണ്. ഇനി മരുന്നുകൾ സ്റ്റോറേജ് ചെയ്യുന്നതിനായി പ്ലെയിൻ ഗ്ലാസ് ഷട്ടഡ് ഷെൽസ്, അതായത് ഗ്ലാസ് അടപ്പിട്ട അലമാരകൾ 1.5 മീറ്ററിൽ കുറയാതെ വേണം. മിനിമം 1.5 മീറ്റർ ക്യൂബ് ഉണ്ടായിരിക്കണം. തടി അടപ്പിട്ട അലമാരകൾ, അതായത് സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ മരുന്നുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തടി അടപ്പിട്ട അലമാരകളും 1.5 മീറ്റർ ക്യൂബ് വേണം. കറുത്ത ഷെയ്ഡിട്ട ചെയ്യത്തില്ല. പിന്നെ മരുന്നുകൾ ഡയറക്റ്റ് ചുവരുമായി കോണ്ടാക്ട് വരാൻ പാടില്ല. അതുകൊണ്ട് വുഡൻ സീലിംഗ് നിർബന്ധമാണ്. റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഒരു റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജ്, 125 ലിറ്ററിൽ കുറയാത്ത ഒരു ഫ്രിഡ്ജ് ആവശ്യമാണ്. ഇത്രയുമാണ്. ഫ്രിഡ്ജ് 2 ഡോർ, സിംഗിൾ ഡോർ അങ്ങനെ ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക്കേഷനില്ല. 125 ലിറ്ററിൽ കുറയാത്ത ഒരു ഫ്രിഡ്ജ് വേണം. അത്രേ ഉള്ളൂ. ഇത്രയുമാണ് റീറ്റെയിൽ ആയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്നതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ്. ഓക്കെ. അപ്പോൾ ഫിസിക്കലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്, നമ്മുടെ മനസ്സിലായി. പക്ഷേ ഇനി നമ്മൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് സബ്മിറ്റ് ചെയ്യേണ്ടത് കുറച്ച് ഡോക്യുമെന്റ്സുകൾ കൂടുതലായി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആദ്യം പറയുന്നത് അപേക്ഷ, അതായത് വെള്ള പേപ്പറിൽ എഴുതിയ ഒരു അപേക്ഷ. ആരാണോ അപേക്ഷിക്കുന്നത്, അപേക്ഷന് എഴുതിയ ഒരു അപേക്ഷ, എന്താണ് അപേക്ഷയുടെ ഉദ്ദേശം എന്നുള്ളത് അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കണം. ഫ്രഷ് റീറ്റെയിൽ ഡ്രഗ് ലൈസൻസ്, അതായത് പുതുതായിട്ട് ഒരു റീറ്റെയിൽ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള അപേക്ഷ എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. അപേക്ഷ അതിൽ സൈൻ ചെയ്തിരിക്കണം. അപേക്ഷ കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്താ വേണ്ടത്? അടുത്തത് ഫോം 19 നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അപേക്ഷകന്റെ പേര്, അപേക്ഷകന്റെ മേൽവിലാസം, നെക്സ്റ്റ് സ്ഥാപനത്തിന്റെ പേര്, ഡോർ നമ്പർ, സ്ഥാപനത്തിന്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു റീറ്റെയിൽ സ്ഥാപനം തുടങ്ങുന്നതിന് ഏതെങ്കിലും ഒരു DPharm അല്ലെങ്കിൽ BPharm പാസ്സായ വ്യക്തിയുടെ സേവനം ആവശ്യമാണ്. അപ്പം അതേപോലെ DPharm അല്ലെങ്കിൽ BPharm ക്വാളിഫൈ ചെയ്ത വ്യക്തിയുടെ പേര്, ക്വാളിഫിക്കേഷൻ, രജിസ്റ്റർ നമ്പർ എല്ലാം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് അപേക്ഷകന്റെ സൈൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഫോം 19 എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഉണ്ടോ സാധനം? ഇതെല്ലാം, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ ഓഫീസിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ഈ ഫോം 19 അതിനിടയിൽ ഒരു സംശയം മാഡം, ഫാം ഡിയും എംഫാം കാരെയും പേര് മാഡം പറഞ്ഞിട്ടില്ല. അപ്പം ഫാം ഡിയും എംഫാമും ഉള്ള ഒരു പാർട്ടിക്ക് മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ പറ്റത്തില്ല? പറ്റും, അവർക്കും പറ്റും. ഓക്കെ. പക്ഷേ ഫാർമസി കൗൺസിൽ എനിക്കൊന്ന് ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ചലാൻ ഫീസ് അടയ്ക്കേണ്ട. ഒരു കടമുറിക്ക് 3000 രൂപയാണ് ഫീസ്. ഒരു ഡോർ നമ്പറിന് 3000 രൂപയാണ് ഫീസ്. അത് എത്ര നാളത്തേക്കാണ്? 5 വർഷത്തേക്ക്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ലൈസൻസ് പുതുക്കണം. ഒരു മുറിക്ക് 3000 രൂപയാണ്. 2, 3 എന്ന് എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ച് ഫീസ് അതിനകത്ത് 3000 ആഡായി വരും. പിന്നെ അടുത്ത വേറെ എന്താണ് വേണ്ടത് മേഡം? അടുത്തത് അപേക്ഷകന്റെ സത്യപ്രസ്താവന. കഴിഞ്ഞ 3 വർഷത്തിൽ എന്താണ് ചെയ്തിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് ആണ് അപേക്ഷകന്റെ സത്യപ്രസ്താവന. പിന്നെ അടുത്തത് ഓപ്ഷൻ ഫോം എന്ന് പറയും. അതിവിടെ ഓഫീസിൽ അവൈലബിൾ ആണ്. അത് ഫില്ല് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് 200 രൂപ മുദ്രപത്രത്തിൽ, സ്റ്റാമ്പ് പേപ്പറിൽ ഉള്ള അപേക്ഷകന്റെ അഫിഡവിറ്റ്, അത് നോട്ടറി സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. കെട്ടിടം വാടകയ്ക്കാണെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രത്തിലുള്ള വാടക കരാറ്
വാടക കരാറിൽ വാടകക്കാരനും വാടകയ്ക്ക് എടുക്കുന്ന ആളും രണ്ടുപേരും സൈൻ ചെയ്തിരിക്കണം. ഈ 200 രൂപയുടെ അഫിഡവിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അതിനകത്ത് എന്താണ് എഴുതേണ്ടത്? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതും ഓഫീസിൽ അവൈലബിൾ ആണ്. കെട്ടിടത്തിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം, ലേറ്റസ്റ്റ് ആയിട്ട് അതായത് പുതിയതായിട്ട് ടാക്സ് അടച്ചതിന്റെ റെസീപ്റ്റ്, ഇലക്ട്രിസിറ്റി കൺസ്യൂമർ ബില്ല്, റെഫ്രിജറേറ്ററിന്റെ ബില്ല്, കെട്ടിടത്തിന്റെ പ്ലാന്, ബിൽഡിങ്ങിന്റെ പ്ലാന്, ലൊക്കേഷൻ സ്കെച്ച്. ഇനി വേണ്ടതല്ല അപേക്ഷകനെ സംബന്ധിക്കുന്നതും ഫാർമസിനെ സംബന്ധിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപേക്ഷകന്റെ ആധാർ കാർഡ്, അപേക്ഷകന്റെ പാൻ കാർഡ്, അപേക്ഷകന്റെ ഫോട്ടോ, ഫാർമസിസ്റ്റിന്റെ ആധാർ കാർഡ്, ഫാർമസിസ്റ്റിന്റെ ഫോട്ടോ, ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ഫാർമസിസ്റ്റ് ഒരു സത്യവാങ്മൂലം എഴുതേണ്ടതുണ്ട്. അതിന്റെ ഫോർമാറ്റ് ഓഫീസിൽ അവൈലബിൾ ആണ്. സ്വന്തം കൈപ്പടയിലാണ് എഴുതേണ്ടത്. 3000 രൂപ ട്രഷറിയിൽ അടച്ചിട്ട് ഇതെല്ലാ ആപ്ലിക്കേഷനും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണ്? ഇവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ ഏത് ഡ്രഗ്സ് ഇൻസ്പെക്ടറാണോ സബ്മിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറിനായിരിക്കും. അദ്ദേഹം കൺസേൺ DAക്ക് അത് അലോട്ട് ചെയ്യും. അദ്ദേഹം വന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും, റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ലൈസൻസ് അനുവദിക്കും. ഈ ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രമല്ലേ അവർക്ക് പർച്ചേസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും? അതെ, അത്രേ ഉള്ളൂ. അതെ. അപ്പം ഈ അതിനു മുമ്പ് അവർക്ക് ഈ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കടയിൽ ബോർഡും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണോ? വേണ്ട, ബോർഡ് ചെയ്യണമെന്നില്ല. ബാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റോറേജ് ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിരിക്കണം. ഇത് സാധാരണ കോമൺലി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മെഡിക്കൽ സ്റ്റോർ റിജക്ട് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള വിസിറ്റിംഗ് ടൈമിൽ, ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തൊക്കെ കൊണ്ടായിരിക്കാം? ഈ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഞാൻ ആദ്യം പറഞ്ഞ്, ഫിസിക്കൽ റിക്വയർമെന്റ്സിൽ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി സമയം കൊടുത്തിട്ടും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യും. ഇത്രയാണ്. ഓക്കെ മാഡം, അപ്പോൾ നമുക്ക് റീറ്റെയിൽ ലൈസൻസിന്റെ കാര്യങ്ങളെല്ലാം ആയി. ഇനി അവർ തുടങ്ങുന്ന ഒരു ഹോൾസെയിൽ ലൈസൻസ് ആണ് അവർക്ക് വേണ്ടത്. ഒരു ഹോൾസെയിൽ ലൈസൻസ് ആണ് വേണ്ടെങ്കിൽ അവരെന്തൊക്കെ ഡോക്യുമെന്റ്സ്, ഈ ഇപ്പം തന്ന ഡോക്യുമെന്റ്സ് മാത്രം മതിയോ, അത് വേറെ എന്തെങ്കിലും കൂടെ അഡീഷണൽ തരേണ്ടതായി വരുമോ? ഹോൾസെയിൽ ലൈസൻസിൽ റീറ്റെയിൽ ലൈസൻസിന് വേണ്ട കാര്യങ്ങൾ ഏകദേശം സെയിം ആണ്, എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട്. വ്യത്യാസമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. CCTV ക്യാമറ റീറ്റെയിലിന് വേണമെങ്കിൽ ഹോൾസെയിലിന് അത് വേണ്ട. അതേസമയം അതേ സ്ഥാനത്ത് നമ്മൾ വെക്കുന്നത് ശീതീകരിച്ച മുറിയായിരിക്കണം. എയർ കണ്ടീഷൻ നിർബന്ധമാണ്. ഫാർമസിസ്റ്റിന്റെ സേവനം റീറ്റെയിലിൽ ആവശ്യമായിരുന്നു എങ്കിൽ ഹോൾസെയിലിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ യോഗ്യതയുള്ള വ്യക്തി. ഇനി ആരാണ് യോഗ്യതയുള്ള വ്യക്തി എന്ന് വെച്ചാൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച കുറച്ച് വ്യക്തികളുണ്ട്, കോമ്പറ്റന്റ് പേഴ്സണായി അംഗീകരിച്ച വ്യക്തികൾ. അവരെയാണ് നമ്മൾ യോഗ്യതയുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഒന്നുകിൽ ഫാർമസിസ്റ്റ് ആകാം, ഇല്ലെങ്കിൽ യോഗ്യതയുള്ള വ്യക്തിയാകാം. അവരുടെ സേവനത്തിലും അവരുടെ സൂപ്പർവിഷനിലും ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഹോൾസെയിലിൻ്റെ സ്റ്റോറേജ് എടുക്കുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് ഷട്ടേഡ് ഷെൽസ് ഹോൾസെയിലിന് നിർബന്ധമില്ല. അതേസമയം റാക്സുകളാണ് ആവശ്യം. ഒന്നുകിൽ സ്റ്റീൽ റാക്സ് ആകാം, അല്ലെങ്കിൽ വുഡൻ റാക്സ് ആകാം. പിന്നെ റൈസ്ഡ് പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കാറുണ്ട്. ഒക്ടോബർ 2022 മുതൽ ONDLS, അതായത് ഓൺലൈൻ നാഷണൽ ഡ്രഗ് ലൈസൻസിങ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഡ്രഗ് ലൈസൻസിങ് അതായത് ലൈസൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം, ഫില്ല് ചെയ്തതിന് ശേഷം ONDLS വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷകന് മെയിൽ ID വേണം, അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ വേണം, ഫാർമസിസ്റ്റിന് ഒരു മൊബൈൽ നമ്പർ വേണം, മെയിൽ ID വേണം. ഈ ഇമെയിൽ IDയും പാസ്വേഡും സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പം അവിടെ ഒരു സംശയം, ഇപ്പോൾ ഫാർമസിസ്റ്റ് മറ്റൊരു കടയിൽ നിൽക്കുകയാണ്, അവർ അവിടെ നിന്ന് മാറിയാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആ കടയിൽ നിന്നുള്ള ക്യാൻസലേഷൻ ലെറ്ററോ അല്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്ററോ എന്തെങ്കിലും വേണോ? റെസിഗ്നേഷൻ ലെറ്റർ ആവശ്യമാണ്. താങ്ക് യു മാഡം. നമ്മോടത്ത് ഇത്രയും നേരം വിലയേറിയ സമയം ചെലവഴിച്ച ഡ്രഗ് ഇൻസ്പെക്ടർ സൈന മാഡത്തിന് ഫാർമ ന്യൂസിൻ്റെ പേരിലും നമ്മുടെ പേരിലും ഒരു നന്ദി അറിയിച്ചു. താങ്ക് യു മാഡം.